ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ആദ്യം തന്നെ നമുക്കൊരു മുട്ടക്കപ്പ ഉണ്ടാക്കാം. അതിനായി കുറച്ച് കപ്പ ചെറുതായി കൊത്തിയരിഞ്ഞത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. അത് വേവാനായി വെക്കുക. അത് വേവുന്ന ടൈം കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ തേങ്ങയും ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, നാരങ്ങ, ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു ചമ്മന്തിയും റെഡിയാക്കിയെടുത്തു. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും റെഡിയായി. കുറച്ച് വെള്ളം നീട്ടിയാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉണക്കമീൻ എടുത്ത് വെട്ടി കഴുകി വൃത്തിയാക്കി കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കപ്പ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഊറ്റിയെടുത്തു. ശേഷം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മുടെ ഉണക്കമീൻ അതിലേക്കിട്ട് മുരിച്ചെടുത്തു. പിന്നെ മറ്റൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഒരു സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് ഇളക്കി മിക്സ് ആക്കുക. ഒന്ന് ബ്രൗൺ നിറമാക്കുമ്പോഴേക്കും ആവശ്യത്തിന് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇവിടെ ഞാൻ 3 മുട്ടകളും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ശേഷം നമ്മുടെ വേവിച്ച് വെച്ച കപ്പ അതിലേക്കിട്ട് നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്യുക. ഉടച്ച് അവസാനമാകുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ. അവസാനം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി വിതറിക്കൊടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ടക്കപ്പ റെഡി ആയിട്ടുണ്ട്. ശേഷം അത് ഞാൻ മറ്റൊരു ബൗളിലോട്ട് മാറ്റി. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു തനി നാടൻ ഫുഡാണ് കേട്ടോ ഫുൾ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ ഊണെല്ലാം റെഡി. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.